Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു സ്യൂയിങ് ടെക്നിക്സ് ആണല്ലോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സംഭവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. തുടക്കക്കാർക്കൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു ടിപ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടിപ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാട്ടോ. അപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൂടി തരണം. പിന്നെ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ മാത്രമാണ് കമൻറ്റ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് ചെയ്യണം. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ യൂണിഫോമിന് യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലേഡീസിൻ്റെ ഡ്രസ്സിന് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഐഡിയാസിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി വേറെയും 2 ക്ലോത്തും കൂടി എക്സ്ട്രാ വേണം. അതുപോലെ നമ്മളൊരു ക്ലോത്ത് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇത്ര ദൂരം നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ്ട് കേട്ടോ. ഇത്ര ദൂരം നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇതിങ്ങനെ സ്ക്വയറിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ കേട്ടോ, ഇവിടെ വരെ കട്ട് ചെയ്യണം. ഇനി ശേഷം പിന്നെ കട്ട് ചെയ്ത ശേഷം ഈ അഡ്ജസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെയും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൽ ഒന്നും പെടാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യുന്നത് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ജസ്റ്റ് ഒരു സ്വല്പം ഉൾഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ശരിക്കും നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. അല്ല അങ്ങനെ കട്ട് ചെയ്യാനല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ കട്ട് ചെയ്യാം. അങ്ങനെ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്യാണ്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം കട്ട് ചെയ്യാം. ഓക്കെ, ആ രീതിക്കും കട്ട് ചെയ്തെടുക്കാം. അതായത് ഇങ്ങനെ ഒന്ന് മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കിട്ടും, ഈ ഒരളവ് കിട്ടും ഉണ്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് ശേഷം ഈ അഡ്ജസ്റ്റത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കോർണറിലോട്ട് ചെയ്യുമ്പോൾ അറ്റത്തേക്ക് മുട്ടിക്കരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തത് പൊട്ടാത്ത രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെങ്കിൽ ഈ ഭാഗങ്ങൾ മുഴുവൻ ഉള്ളിലോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലോട്ട് കടത്തിയിട്ട് അപ്പുറത്തോട്ട് കടത്തണം. ഓക്കെ, ഈ ഭാഗമൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പുറത്തോട്ട് കടത്തണം. അതേപോലെ ഈ ഒരു ഭാഗവും ഇതേപോലെ തന്നെ ഈ ഒരു സൈഡ് എല്ലാ ഭാഗവും നമുക്ക് അപ്പുറത്തോട്ടാക്കണം. ഓക്കെ, ഇങ്ങോട്ടാക്കി വെക്കണം. ഇത് മറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മറിച്ച് കേട്ടോ എല്ലാ ഭാഗവും കൂടി. അതിന് ശേഷം നമുക്ക് ഈ താഴെ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് ക്ലോസിങ് ആവുന്ന രീതിയിൽ ഇവിടെ നിന്ന് തന്നെ ഇത്രയും കുറച്ച് ഭാഗം ഇങ്ങനെ വയ്ക്കുക. ഈ ഒരു ഓപ്പൺ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് ഇതിന് ഈ ഒരു തുണി കൊണ്ട് തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് നിർത്താം കണ്ടോ. ഈ തുണി ഇതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ സൈഡ് തയ്ക്കുമ്പോൾ ഇങ്ങനെ വെച്ച് തയ്ക്കുക, ഇങ്ങനെ വെച്ച് തയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ വെച്ച് തുറന്ന് വെച്ചിട്ട് ഈ ഒരു ഭാഗം തയ്ക്കുക. ഓക്കെ, അതിന് ശേഷം ബാക്കിയുള്ള ഭാഗമൊക്കെ തയ്ച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ചുറ്റും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിന് വേണ്ടത് ബാക്കിൽ കവർ ചെയ്ത് നിൽക്കാനായിട്ട്. നമുക്ക് പോക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമായിട്ടുള്ളൂ. ഇനി ബാക്ക് ഭാഗത്ത് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ക്ലോത്തും കൂടി എടുക്കണം. ഓക്കെ, ഈ ഒരു അളവിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആവശ്യമുള്ള കറക്റ്റ് പോക്കറ്റിൻ്റെ അളവ്. അപ്പോൾ ഈ അളവ് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഈ അളവ് വരെയാണ് നമുക്ക് പോക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇതിന് ശേഷം നമുക്ക് അതേ അളവിൽ തന്നെ തയ്ക്കാനായിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ഭാഗത്ത് നമുക്ക് ഇവിടെ ഈ പോക്കറ്റിന് കുറച്ച് വീതി കിട്ടാൻ വേണ്ടിയിട്ട് ഈ അറ്റത്തു കൂടെ ചെയ്യണ്ട, നമുക്കതിന് വീതി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് കുറച്ച് നീക്കിയിട്ട് ചെയ്യാം. ഇവിടെ നിന്ന് കണ്ടോ ഇത്ര ദൂരം നീക്കിയിട്ട് ചെയ്യാം. ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇട്ടാൽ വിട്ടിട്ടുള്ളൂ. അതിന് ശേഷം ഇപ്പുറത്ത് നിന്നും ഒരു 1/4 ഇഞ്ചിൽ തന്നെയാണ് കൊടുക്കുന്നത്. 1/4 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. അതേപോലെ തന്നെ ഇതും 1/4 ഇഞ്ചിൽ തന്നെ ഇങ്ങോട്ടേക്ക് എടുക്കുക.
ഓക്കെ, ഇതിൻ്റെ മുകളിൽ കൂടി തയ്ച്ചിട്ടുണ്ട്, തയ്ക്കാം. അതിനുശേഷം നമുക്ക് മുകൾ ഭാഗത്ത് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ, ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച ശേഷം ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് ആക്കിയ ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ തയ്ക്കുക, അതും 1/4 ഇഞ്ച് തന്നെ. ഓക്കെ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ 4 സൈഡിലും ക്ലോസിങ് ആണ് കേട്ടോ, ഫുൾ ഭാഗം ക്ലോസിങ് ആണ്, എല്ലാ ഭാഗത്തും ബാക്കിൽ ക്ലോസിങ് ആണ്. ഇനി ഇതുപോലെ ഫ്രണ്ടിലാണെങ്കിൽ നോക്കിക്കോളൂ, ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് ക്ലോസിങ് തന്നെയാണ് കേട്ടോ. ഉണ്ടോ, ഇതിന് ശേഷം കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ പോക്കറ്റ്, നല്ല ഫിനിഷിങ്ങോട് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കിത് വെൽ പോക്കറ്റ് എന്നൊക്കെയാണ് പറയുക, കോട്ട് പോക്കറ്റ് എന്ന് പറയും, അതായത് കോട്ടിന് വെക്കുന്ന പോക്കറ്റ്, വെൽ പോക്കറ്റ് എന്നൊക്കെ പേരുണ്ടതിന്. നമ്മുടെ യൂണിഫോമിൻ്റെ കോട്ട് പോക്കറ്റായിട്ട് യൂസ് ചെയ്യും ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.